ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ISOയും ഷട്ടർ സ്പീഡും നമ്മൾ മനസ്സിലാക്കി. ഇനിയാണ് മെയിൻ വില്ലൻ വരുന്നത്. എക്സ്പോഷർ ട്രയാങ്കിളിലെ ഏറ്റവും മെയിൻ വില്ലൻ അപ്പർച്ചർ. ഇന്ന് നമ്മളെ വിഷയം അതാണ്. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. നിങ്ങളുടെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണിൻ്റെ ഉള്ളിലുള്ള കൃഷ്ണമണി, ഐറിസ്. ആ ഐറിസിൻ്റെ സെൻട്രലായിട്ട് വേറൊരു ഭാഗം കൂടിയുണ്ട്, പ്യൂപ്പിൾ. അപ്പോൾ നമ്മൾ നല്ല വെളിച്ചമുള്ള ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ആ ഐറിസ് അങ്ങ് ചുരുങ്ങിയിട്ട് ആ പ്യൂപ്പിൾ വളരെ ചെറിയ ഒരു ഹോളായി മാറും. എന്നാൽ നമ്മളൊരു ഇരുട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കുക, അപ്പം ഈ ഐറിസ് അതങ്ങ് വികസിച്ചിട്ട് ആ പ്യൂപ്പിള് കുറച്ച് വലിയ ഒരു റൗണ്ടായിട്ട് മാറും. അതെന്തിനാ കണ്ണങ്ങനെ ക്രമീകരിക്കുന്നത് അറിയോ? നമ്മൾ നല്ലൊരു വെളിച്ചമുള്ള ഭാഗത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു കാഴ്ച കാണാൻ ആവശ്യമുള്ള ലൈറ്റ് മാത്രം നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മതി. അതിനെയാണ് നമ്മൾ നല്ല വെളിച്ചം, അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പം കണ്ണിൻ്റെ ഐറിസ് അങ്ങ് ചുരുങ്ങും. ആ പ്യൂപ്പിൾ അതങ്ങ് ചെറുതായിട്ട് ചെറിയൊരു ഹോളാവും. അപ്പം ഇരുട്ടുള്ള ഭാഗത്തേക്ക് ചെല്ലുമ്പോഴോ അപ്പം നമുക്കവിടെ വെളിച്ചം വളരെ കുറവാണ് കാണാൻ. അപ്പം ആ ഐറിസ് അതങ്ങ് വലുതാവും. ആ പ്യൂപ്പിൾ അതങ്ങ് വലിയ റൗണ്ടാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും നമുക്ക് അവിടെയുള്ള കാഴ്ച കാണാൻ പറ്റുകയും ചെയ്യും. ഇതാണ് നമ്മളെ കണ്ണിൻ്റെ ഫങ്ഷൻ. ഈ സെയിം ഫങ്ഷൻ തന്നെയാണ് അപ്പർച്ചറും ചെയ്യുന്നത്. ഈ ക്യാമറയുടെ ലെൻസിനകത്ത് ഈ നമ്മുടെ കണ്ണിൻ്റെ ഐറിസ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ബ്ലേഡ് ഉണ്ട്. ബ്ലേഡ് മീൻസ് ഒരുപാട് ബ്ലേഡുകൾ. ആ ബ്ലേഡുകൾ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ബ്ലേഡിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് വലുതാവുകയും ചെറുതാവുകയും ചെയ്യും, കണ്ണിൻ്റെ പ്യൂപ്പിൾ പോലെ. ആ ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്ന ആ ഹോള്, അതിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുമ്പോഴാണ് നേരത്തെ നമ്മൾ കണ്ണിൻ്റെ ഫങ്ഷൻ പറഞ്ഞ പോലെ അത് വലുതാക്കുമ്പോൾ, ആ ഹോള് വലിയതാക്കുമ്പം കൂടുതൽ ലൈറ്റ് വരികയും നല്ല തെളിച്ചമുള്ള പിക്ചർ കിട്ടുകയും, അത് ചെറുതാക്കുമ്പം ആ നല്ല വെളിച്ചമുള്ളത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പിക്ചറാക്കി വെളിച്ചമാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ലെൻസിൽ അപ്പർച്ചർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ അപ്പർച്ചറെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഈ അപ്പർച്ചർ. ഈ അപ്പർച്ചറാണ് നമ്മളെ ഫോട്ടോയിലെ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത്. എന്താണ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡ്? നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും അടുത്തുള്ള വസ്തുവും ഏറ്റവും അകലെയുള്ള വസ്തുവും തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ആഴം, അതാണ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്, ഫീൽഡിൻ്റെ ഡെപ്ത്ത്. അപ്പം ഈ ഡെപ്ത് ഓഫ് ഫീൽഡിൽ രണ്ട് ടൈപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ട്. ഒന്ന് നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ്, ഒന്ന് ലാർജ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഈ നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുമ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ സബ്ജക്റ്റ് മാത്രം ഷാർപ്പായിട്ടിരിക്കുകയും ബാക്കി ഭാഗം ബാക്ക്ഗ്രൗണ്ടെല്ലാം ബ്ലേഡായിട്ട് പോവുകയും ചെയ്യുന്ന ആ ടൈപ്പ് ഫോട്ടോസിനെയാണ് നമ്മൾ ഈ നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ് ഉള്ള ഫോട്ടോ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇവിടെ തന്നെ നോക്കാം. ഞാൻ ഷാർപ്പായും എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം ബ്ലേഡായിട്ടുമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ രൂപത്തിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് കിട്ടുക. ഞാൻ ഷാർപ്പായിട്ടും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡായിട്ടുമാണ് ഉള്ളത്. അപ്പം ഈ ഫോട്ടോയ്ക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് കുറവാണ്. ഇനി ലാർജ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ഫോട്ടോയിലെ ആ ഫ്രെയിമിനകത്തുള്ള എല്ലാ ഭാഗവും ഷാർപ്പായിട്ടിരിക്കാം.
ഇപ്പം ഇവിടെ തന്നെ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനും ഷാർപ്പാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഷാർപ്പാണ്. അപ്പം ഈ ഫോട്ടോ ഇപ്പം ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് നല്ല ലാർജ് ഡെപ്ത് ഓഫ് ഫീൽഡ് ഉള്ള ഫോട്ടോ ആണ്. അതായത് ഇതിൻ്റെ ഫീൽഡിൻ്റെ ഡെപ്ത്ത് നല്ലോണം ഉണ്ട്. അതായത് നമുക്ക് നല്ല എല്ലാ ഭാഗവും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണെന്നും ഈ നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണെന്നും ലാർജ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ക്യാമറകളിൽ ഈ അപ്പർച്ചർ വാല്യൂ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എഫ് എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. F1.8, F2, F2.8, F5.6, F8, F11, F16 അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ അതിനാണ് നമ്മൾ അപ്പർച്ചർ വാല്യൂ അങ്ങനെയാണ് ക്യാമറകളിൽ എഴുതിയിട്ടുള്ളത്. അത് ചില ആളുകൾ അതിനെ അപ്പർച്ചർ എഫ് സ്റ്റോപ്പ് എന്ന് പറയും, ചില ആൾക്കാർ അതിനെ എഫ് നമ്പർ എന്ന് പറയും. പക്ഷേ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ചെറിയ എഫ് നമ്പർ ഇടുമ്പോൾ വലിയ അപ്പർച്ചർ ഓപ്പണിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ വലിയ എഫ് നമ്പർ ഇടുമ്പം ചെറിയ അപ്പർച്ചർ ഓപ്പണിംഗ് ഉണ്ടാകുന്നുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കൺഫ്യൂഷൻ്റെ കാര്യം. ആ സംശയം ഇല്ലാതാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചെറിയ ടെക്നിക്ക്. നമ്മളിപ്പം ഒരാളെ ഫോട്ടോ എടുക്കാനൊക്കെ റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മളെ തലയ്ക്കുള്ളിലൂടെ ഒരു ട്രെയിൻ ഓടി തുടങ്ങും. പല പല സംശയങ്ങളുമായിട്ടുള്ളൊരു ട്രെയിൻ. ഈ ലൈറ്റിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും, അതോ ഇരുണ്ട് പോവും? അടുത്ത സംശയം ഉണ്ടാവും, വളരെ കത്തി പോലെ ഉണ്ടാവും ഈ ലൈറ്റിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. അപ്പർച്ചർ ഞാൻ എന്താ ചെയ്യേണ്ടത്? ISO മാറ്റണോ? ഷട്ടർ സ്പീഡ് ഇതിൽ തന്നെ മതിയോ? അങ്ങനെ 100 ചോദ്യങ്ങളായിരിക്കും നമ്മൾ തലയ്ക്കുള്ളിലൂടെ ഓടി തുടങ്ങുക. അതൊന്നും പോരായിട്ട് അടുത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ആവണമെങ്കിൽ നമുക്ക് നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ് വേണം. അപ്പം നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ് വേണമെങ്കിൽ ലാർജ് അപ്പർച്ചർ ഹോൾ ആയിരിക്കണം. ലാർജ് അപ്പർച്ചർ ഹോൾ ആവണമെങ്കിൽ സ്മോൾ എഫ് നമ്പർ ഇടണം. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ഫോട്ടോ അങ്ങ് എടുക്കും. അതൊന്നിനും കൊള്ളാത്തൊരു ഫോട്ടോ ആയിരിക്കും. നമ്മൾ തന്നെ പറയും, എന്നെ കൊണ്ട് ഈ പണി പറ്റൂല. അവിടെയാണ് നമ്മൾ നമ്മളെ ചിന്താഗതി ഒന്ന് മാറ്റാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ സെയിം 3 കാര്യങ്ങൾ എടുക്കുക. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ സബ്ജക്റ്റ് അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ് നല്ലത്. അപ്പം നാരോ ഡെപ്ത് ഓഫ് ഫീൽഡാണ് ആ ഒരു സബ്ജക്റ്റിന് നല്ലത്. അപ്പോൾ നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടണമെങ്കിൽ ലാർജ് അപ്പർച്ചർ ഹോൾ ഇടണം. ലാർജ് അപ്പർച്ചർ ഹോൾ വേണമെങ്കിൽ സ്മോൾ എഫ് നമ്പർ ഇടണം. ഇതിൽ ആദ്യം പറഞ്ഞതും ലാസ്റ്റ് പറഞ്ഞതും മാത്രം എടുക്കുക. ആ നടുവിൽ പറഞ്ഞത് അങ്ങ് ഒഴിവാക്കുക. നാരോ ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ സ്മോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടണമെങ്കിൽ സ്മോൾ എഫ് നമ്പർ ഇടുക. ലാർജ് ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടണമെങ്കിൽ ലാർജ് എഫ് നമ്പർ ഇടുക. ഇപ്പോൾ കൺഫ്യൂഷൻ മാറിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? പല പല കാര്യങ്ങളങ്ങ് ചിന്തിച്ചങ്ങ് ഒന്നുമില്ലാത്ത രൂപത്തിലാക്കും. അപ്പോൾ ഇനിയൊരു സംശയവും വേണ്ട. നിങ്ങൾക്കൊരാളെ ഫോട്ടോ എടുക്കണമെങ്കിൽ, ആളെ മാത്രം ഷാർപ്പായിട്ട് കിട്ടണമെങ്കിൽ സ്മോൾ ഡെപ്ത് ഓഫ് ഫീൽഡിൽ ഇടണം. അതിനെ സ്മോൾ എഫ് നമ്പറിലിട്ടിട്ട് അങ്ങോട്ട് പടയ്ക്കുക. ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ലാർജ് ഡെപ്ത് ഓഫ് ഫീൽഡ് വേണം. അപ്പം എഫ് നമ്പർ കൂട്ടിയിടുക, ലാർജ് ആക്കിയിട്ട് ഇടുക. എന്നിട്ട് അങ്ങോട്ട് ഫോട്ടോ എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും.
ഇതിൽ ഇടത്തെ ഭാഗത്തുള്ളത് ആദ്യം നോക്കുക. അപ്പർച്ചർ 1.4 ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അതായത് വെരി ലാർജ് അപ്പർച്ചറാണ്. അപ്പോൾ അവിടെ തന്നെ വെരി സ്മോൾ ഡെപ്ത് ഓഫ് ഫീൽഡാണ്. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് മാത്രമേ ഫോക്കസ് ആയിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ട് ബ്ലറായിട്ടിരിക്കും. അപ്പോൾ ഈ ഫോട്ടോ നല്ല ബ്രൈറ്റ്നെസ് ഉള്ളതുമായിരിക്കും. രണ്ടാമത്തത് f2.8 ആണ്. അത് ലാർജ് അപ്പർച്ചറാണ്, സ്മോൾ ഡെപ്ത് ഓഫ് ഫീൽഡാണ്. അപ്പം ലിറ്റിൽ ഫോക്കസ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് എല്ലാം. നമ്മുടെ സബ്ജക്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതും ബ്രൈറ്റുള്ള ഫോട്ടോ തന്നെ ആയിരിക്കും. മൂന്നാമത്തത് 5.6 ഓപ്പൺ ചെയ്യുമ്പോൾ അത് മീഡിയം അപ്പർച്ചറാണ്. അപ്പം മീഡിയം ഡെപ്ത് ഓഫ് ഫീൽഡ് ആയിരിക്കും. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഫോക്കസ്ഡ് ആയിരിക്കും, സബ്ജക്റ്റ് ഫോക്കസ് ആയിരിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഫോക്കസ് ആയിരിക്കും. നമുക്ക് ഏകദേശം ഒരു രൂപമൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ അത് അതിൻ്റെ ബ്രൈറ്റ്നസ് മീഡിയം ആയിരിക്കും. നെക്സ്റ്റ് f11 ആണ്. അപ്പോൾ അത് സ്മോൾ അപ്പർച്ചറാണ്. അപ്പോൾ ലാർജ് ഡെപ്ത് ഓഫ് ഫീൽഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതിനോട് അനുസരിച്ചിട്ട് തന്നെ അതിൻ്റെ ഫോട്ടോ ഡാർക്കായിരിക്കും, കാരണം അപ്പർച്ചർ ക്ലോസ് ആയി ചെറുതായി വരിക. അപ്പോൾ അതിനനുസരിച്ച് ഫോട്ടോ ഡാർക്കായിരിക്കും. പിന്നെ ലാസ്റ്റ് f22 ഓപ്പൺ, വളരെ ചെറിയ ഓപ്പണിങ്. അപ്പോൾ വെരി സ്മോൾ അപ്പർച്ചറാണ്, വെരി ലാർജ് ഡെപ്ത് ഓഫ് ഫീൽഡ്. അപ്പോൾ അതായത് ഫോട്ടോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ആ പൂച്ചയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നല്ല ക്ലിയറാണ്, നല്ല ഫോക്കസ്ഡാണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ആ പൂച്ച മാത്രമേ ഫോക്കസ് ആയിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരും തോറും നമ്മൾ ഈ അപ്പർച്ചർ മാറ്റും തോറും കുറേശ്ശെ ഫോക്കസായി ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ നന്നായിട്ട് ഫോക്കസ് ആയിട്ടുണ്ട് ഈ f22. ഇപ്പോൾ ലാർജ് നമ്പറിലിട്ടപ്പം വളരെ നല്ലതായിട്ട് ഫോക്കസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ആ ഫോട്ടോ മോർ ഡാർക്കായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പർച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഈ എക്സ്പോഷർ ട്രയാങ്കിളിലെ ISO ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ഇത് മൂന്നും നമ്മൾ നോക്കി. അപ്പോൾ ഇത് മൂന്നും നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ ISO വെച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴും അപ്പർച്ചർ വെച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴും ഷട്ടർ സ്പീഡ് ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുമ്പോഴും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ബൈ.